ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിവിഡൻഡിനെ കുറിച്ചാണ്. ഡിവിഡൻഡിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, പലർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങൾ മാത്രമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ ഹൈ ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്സിനെ കുറിച്ചായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഡിവിഡൻഡിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഡിവിഡൻഡ് പറഞ്ഞാൽ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ചെറിയൊരു എമൗണ്ട്, പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്ന ചെറിയൊരു ഒരു എമൗണ്ടാണ് ഡിവിഡൻഡ്. സാധാരണ കമ്പനിയുടെ ഡയറക്ടർ ബോർഡുമാർ തീരുമാനിച്ച അനുസരിച്ച് ഒരു നിശ്ചിത ലാഭവിഹിതം അവർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ തീരുമാനിക്കും. അതാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു കമ്പനിയുടെ ലാഭം ചിലപ്പോൾ അവരുടെ കമ്പനിയുടെ വികസനത്തിന് ഉപയോഗിക്കാം. അതായത് കമ്പനി കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ വലുതാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ കമ്പനി ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന കമ്പനി ആയിരിക്കാം. അപ്പോൾ ആ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ നല്ലൊരു ആ ലാഭവിഹിതം ആവശ്യമുണ്ടാവും, ക്യാഷ് ഫ്ലോ ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കമ്പനി സാധാരണ ഈ ഒരു ഡിവിഡൻഡ് കൊടുക്കാതിരിക്കാം. പക്ഷേ ഈ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഓൾറെഡി വലുതായിട്ടുണ്ട്, ഓൾറെഡി അവർക്ക് പ്രത്യേകിച്ചൊരു ഫ്യൂച്ചറായിട്ട് വലുതാക്കാനോ കമ്പനി വലുതാക്കാനോ അങ്ങനെയുള്ള പ്ലാനൊന്നും ഇല്ല, ഉള്ള ലാഭവിഹിതം ഇങ്ങനെ കുഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അവർ ലാഭവിഹിതം പ്രഖ്യാപിക്കും, അതായത് ഡിവിഡൻഡ് പ്രഖ്യാപിക്കും. ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ ഇയറും കൊടുക്കും. പക്ഷേ ഇതിലുള്ള വലിയൊരു ക്യാച്ച് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആണ്. അതായത് കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൂടി അടക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും പല കാരണങ്ങൾ കൊണ്ട് ഈ ഡിവിഡൻഡ് ഒഴിവാക്കാറുണ്ട് പല കമ്പനിയും കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്ര തന്നെയുള്ളൂ. ഒരു കമ്പനി ലാഭവിഹിതം കൊടുക്കാത്തതുകൊണ്ട് അത് നല്ല കമ്പനി അല്ല എന്ന് പറയാൻ പറ്റില്ല. ഡിവിഡൻഡ് കൊടുക്കുന്നതുകൊണ്ട് അതൊരു നല്ല കമ്പനി എന്നും പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ കമ്പനി കൊടുക്കാത്തതും. ചില കമ്പനി ഓൾറെഡി വലുതാണെങ്കിൽ കമ്പനി ലാഭം കൊടുക്കാതിരിക്കാം, ലാഭവിഹിതം അതായത് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കാം. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് അറിയേണ്ട കുറച്ച് ഡേറ്റുകളുണ്ട്. ഒന്ന് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ്, അത് അനൗൺസ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയും. പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ പ്രധാനമായിട്ട് അറിയാനുള്ള റെക്കോർഡ് ഡേറ്റ് ആണ്. അതായത് ഈ റെക്കോർഡ് ഡേറ്റ് ആണ് കമ്പനി ഫിക്സ് ചെയ്യുന്നതാണ്. അതായത് ഈ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഈ റെക്കോർഡ് ഡേറ്റ് കമ്പനി അറിയിക്കും. ആ ഡേറ്റിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ഷെയർസ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കിട്ടൂ. അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വേണം. ആ വാക്ക് ശ്രദ്ധിക്കണം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ വേണമെങ്കിൽ ആ ഷെയർ നമ്മൾ 2 ദിവസം മുമ്പെങ്കിലും വാങ്ങിയിരിക്കണം. അതായത് T+2 ആണ് ഇന്ത്യയിലത്തെ സെറ്റിൽമെൻറ്റ് എന്ന് അറിയായിരിക്കും. അതായത് ഇന്ന് വാങ്ങിയാൽ എനിക്കത് 3-ാമത്തെ ദിവസം, നാളെയല്ല മറ്റന്നാൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരും. അപ്പോൾ അതിനനുസരിച്ച് 2 ദിവസം മുമ്പായിട്ട് വാങ്ങണം. അതായത് ഡിമാറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ഡേറ്റിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ആ ഷെയർ വേണം, അത്രയേ ഉള്ളൂ. ഇനി എക്സ് ഡിവിഡൻഡ് ഡേറ്റ് സാധാരണ വരുന്നത് തൊട്ട് മുമ്പത്തെ ദിവസം, റെക്കോർഡ് ഡേറ്റിന് തൊട്ട് മുമ്പത്തെ ദിവസമായിരിക്കും എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത്. എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മളെ ഷെയർ വാങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ T+2 എന്നുള്ള കാൽക്കുലേഷൻ ശരിയാവും. ഓക്കെ, പിന്നെ എക്സ് ഡിവിഡൻഡ് ആകുന്ന സമയത്ത് കമ്പനി ഇപ്പോൾ എക്സ് ഡിവിഡൻഡ് ആകുന്ന സമയത്ത് ഈ ഡിവിഡൻഡിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഷെയർ പ്രൈസിൽ വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും. ഡിവിഡൻഡ് പ്രഖ്യാപിച്ച് എക്സ് ഡിവിഡൻഡിൽ ചെറിയ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും, അതായത് ഡിവിഡൻഡിനനുസരിച്ചുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ ആ ഷെയർ വാങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിലേ നമുക്ക് റെക്കോർഡ് ഡേറ്റ് ആകുമ്പോൾ നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ ആ ഷെയർ വരും. ഇനി ഈ ഡിവിഡൻഡ് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഇപ്പോൾ സാധാരണ ബ്രോക്കറിൻ്റെ അടുത്ത് അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് തന്നെ വരും. കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് വരും. പക്ഷേ ചില സമയത്ത് ഇത് മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല ബാങ്കിലേക്ക്. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ, അങ്ങനെയുള്ള അക്കൗണ്ടുകളാണെങ്കിൽ നമുക്കത് ചെക്കായിട്ട് വരും. പക്ഷേ അതിനേക്കാൾ ഏറ്റവും നല്ലത് ബാങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് ക്രെഡിറ്റ് ആവുന്ന രീതിയിൽ നെഫ്റ്റ് ഇപ്പോൾ 24 hours ഉണ്ട് പുതിയതായിട്ട് റൂൾ അനുസരിച്ചിട്ട്. അപ്പോൾ നെഫ്റ്റ് വഴി വരുന്ന തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം ചെറിയ എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതെല്ലാം ഇതാകാൻ വേണ്ടി ഏറ്റവും നല്ലത് നെഫ്റ്റ് വഴി തന്നെ വരുന്നതാണ്. അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ബ്രോക്കറിൻ്റെ അടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർ ചെയ്തോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനി പേ ചെയ്യേണ്ട ടാക്സാണിത്. ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനി ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ട ടാക്സ്, നമ്മളല്ല കമ്പനിയാണ് പേ ചെയ്യുന്നത്. ഇത് 15% ആണ് ടാക്സ്. പക്ഷേ അതിൻ്റെ സെസ്സും
സർചാർജ് എല്ലാം കൂടി 20.35% വരുന്നുണ്ട് ഈ എമൗണ്ട് ടോട്ടൽ. അപ്പോൾ ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും പലപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നത് പല കമ്പനികളും ഒഴിവാക്കാറുണ്ട്. പിന്നെ നമുക്കുള്ള ടാക്സ് എന്തെങ്കിലും ഉണ്ടോ, ഇൻകം ടാക്സ്, ഡിവിഡൻഡ് കിട്ടുന്ന ഇൻകമിന് എന്തെങ്കിലും ടാക്സ് ഉണ്ടോ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ടാക്സും ഇല്ല. 10 lakh വരെയുള്ള ഡിവിഡൻഡിന് അടുത്ത 10 lakh വരെയുള്ള ഡിവിഡൻഡിന് ഒരു ടാക്സും നമ്മൾ അടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിവിഡൻഡ് പലർക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മളിത് ടാക്സ് ഇല്ലാത്തൊരു ഇൻകമാണ്. അപ്പോൾ ടാക്സ് ഇല്ലാത്ത ഇൻകം പലർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നല്ല അപ് ടു 10 lakh ലിമിറ്റ് ഉണ്ട്. 10 lakhന് മുകളിലാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ മുകളിൽ വരുന്നത്, അതായത് ഇപ്പോൾ 15 ലക്ഷം കിട്ടിയാൽ 10ന് മുകളിൽ വരുന്ന 5 ലക്ഷം, 5 ലക്ഷത്തിൻ്റെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് അടക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എത്രത്തോളം ടാക്സ് വരുന്നതിൻ്റെ അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ കമ്പനീസ് എന്നുള്ള ടാക്സാണ് ഇത് മെയിൻ. ഇന്ത്യൻ കമ്പനീസിൽ നിന്നുള്ള ഡിവിഡൻഡിന് മാത്രമേ ടാക്സ് എക്സംഷൻ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻഡ് ഈൽഡ്. ഡിവിഡൻഡ് ഈൽഡ് പറഞ്ഞാൽ ഒരു ഷെയറിൽ കിട്ടുന്ന ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഷെയർ പ്രൈസ് ഇൻറ്റു 100. അതായത് ഒരു ഷെയറിന് എത്രത്തോളം ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക്. ഇതനുസരിച്ചാണ് പലരും ഡിവിഡൻഡ് ഈൽഡ് നോക്കിയിട്ട് ഷെയർ വാങ്ങുന്ന ആൾക്കാരുണ്ട്. നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള ഷെയർ, അതായത് ഒരു ടാക്സ് ഫ്രീ ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് എത്രത്തോളം കറക്റ്റാണെന്നില്ല എല്ലാ സമയത്തും. കാരണം ചിലപ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാത്തൊരു കമ്പനിയാണ് നമ്മുടെ ഫേമസ് ഡിമാർട്ട്. പക്ഷേ കമ്പനിയുടെ സ്റ്റോക്ക് എത്രത്തോളം കയറുന്നുണ്ടെന്ന് നമുക്കറിയാം. അവർ വരുന്ന ലാഭം മൊത്തം കമ്പനിയുടെ എക്സ്പാൻഷനും കൂടുതൽ ഷോറൂം, അതായത് അവർക്ക് നിങ്ങൾക്കറിയാം റീറ്റെയിൽസ് ആണ് സെഗ്മെൻ്റാണ്. അപ്പോൾ കൂടുതൽ ഇത് എക്സ്പാൻഷനാണ് അവർ ആ ലാഭവിധം മൊത്തം സ്പെൻഡ് ചെയ്യുന്നത്. അവർ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള കമ്പനി വലുതാവുന്നതിനനുസരിച്ചുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു ലാഭം ഡിമാർട്ടിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഒരു ലാഭമാണ് നമ്മൾ ആ ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഡിവിഡൻഡ് കൊടുക്കുന്ന ഷെയറുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന മിക്ക കമ്പനികളും ഈ പബ്ലിക് സെക്ടർ കമ്പനികളായിരിക്കും, അതായത് ഗവൺമെൻറ് കമ്പനീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NTPC എല്ലാം അവരെല്ലാം നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം അതിൻ്റെ കമ്പനിൻ്റെ ഷെയറെല്ലാം എത്രത്തോളം കൂടുന്നുണ്ട് ഒരു വർഷം എന്നുള്ളത്. വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല മിക്കവാറും. ചിലപ്പോൾ ലാസ്റ്റത്തെ ഒരു വർഷത്തെല്ലാം കണക്കെല്ലാം നോക്കിയാൽ ചിലപ്പോൾ താഴോട്ടായിരിക്കും പോയിട്ടുണ്ടാകുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻകമാണ്. അതായത് ഒന്ന് ഡിവിഡൻഡിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഇൻകമാണോ ആവശ്യം, അല്ലെങ്കിൽ ഷെയർ അപ്രീസിയേഷൻ വഴി ഷെയറിൻ്റെ പ്രൈസ് കൂടുന്ന വഴി ഉണ്ടാകുന്ന ലാഭമാണോ ആവശ്യം. അതനുസരിച്ച് നമുക്ക് വേണ്ട സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവർക്ക് വേണ്ട പോലെ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് പലപ്പോഴും പല പെർസെൻറ്റേജ് പറയാറുണ്ട്. ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് വെച്ചുള്ള പെർസെൻറ്റേജ് അല്ല അവർ പറയുന്നുള്ളത്, ഫേസ് വാല്യൂ വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് ആണ്. നിങ്ങൾക്കറിയാം ഫേസ് വാല്യൂ മിക്കവാറും 1 മുതൽ 10 വരെ, അതായത് സാധാരണ 10 ആണെന്നുണ്ടാൽ സ്പ്ലിറ്റും ബോണസും അങ്ങനെയെല്ലാം കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുറഞ്ഞുകൊണ്ട് വന്നിട്ട് പല കമ്പനി 1 വരെ ആവാറുണ്ട്. 1 to 10 അതിൻ്റെ ഇടയിലുള്ളതായിരിക്കും ഫേസ് വാല്യൂ. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് അവർ പ്രഖ്യാപിക്കുമ്പോൾ പറയുന്ന ഡിവിഡൻഡ് പെർസെൻറ്റേജ്, അല്ലാതെ ശരിയായ ഷെയർ പ്രൈസിൻ്റെ പെർസെൻറ്റേജ് അല്ല. ഓക്കെ, പിന്നെ പലപ്പോഴും നല്ല ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്ക് മാത്രം നോക്കി വാങ്ങുന്നത് പലപ്പോഴും നല്ലൊരു തീരുമാനമായിരിക്കണം എന്നില്ല. കാരണം ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ വില നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടാവും, പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിവിഡൻഡ് ബൈ ഷെയർ പ്രൈസ് അല്ല കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് ഇടിഞ്ഞുകൊണ്ട് തന്നെ ഡിവിഡൻഡ് ഈൽഡ് നല്ല രീതിയിൽ കൂടിയിട്ട് കാണാം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതിന് കാരണം ഷെയറിൻ്റെ പ്രൈസ് ഇടിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം എന്നില്ല അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ. ഓക്കെ, പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റു ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ, നമ്മൾ നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നോക്കുന്ന പല കാര്യങ്ങളുണ്ട്, നല്ല ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ കൂടി നോക്കിയ ശേഷം മാത്രം സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഡിവിഡൻഡ് നോക്കിയിട്ട് തന്നെയാണ് വാങ്ങുന്നതെങ്കിലും മറ്റു കാര്യങ്ങളും കൂടി നോക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് തരുന്ന കമ്പനികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പലർക്കും അത് വളരെ ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ഇന്ത്യയിൽ. ഓക്കെ, താങ്ക് യു.